കസ്റ്റഡി മരണങ്ങളും ലോക്കപ്പ് മർദ്ദനവുമെല്ലാം സംഭവങ്ങളായി മാറിയിരിക്കുന്നു. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ എന്ന സംശയം പോലും നമ്മളിൽ ഉണ്ടാക്കുന്നു. പ്രതിഷേധിക്കുന്നവരോടും പ്രതികരിക്കുന്നവരോടും പോലീസിൻ്റെ സമീപനം കാണുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്ത ഒരു കാലഘട്ടത്തിലൂടെയാണോ നാം കടന്നു പോകുന്നതെന്ന് എന്ന് തോന്നാറുണ്ട്. ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ വിഷ്വൽസ് നമ്മൾ എല്ലാവരും കാണുകയുണ്ടായി. അത് പൊതുസമക്ഷത്തിൽ എത്തിയിട്ടുണ്ട്. താങ്ക്സ് ടു RTI. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ എത്ര കണ്ട് കിരാതമായിരുന്നേനെ നമ്മുടെ പോലീസ് രാജ്. ഇപ്പോൾ ഫാർ ബെറ്ററാണ് ചില വകുപ്പുകളിലെ ക്രൂരത. പണ്ട് ഞാൻ വ്യവസായം നടത്തുമ്പോഴൊക്കെ 10-25 കൊല്ലം മുന്നേ ഇലക്ട്രിസിറ്റി എപ്പോഴും ഇൻറ്ററപ്റ്റഡ് ആവും. അത് പ്രൊഡക്ഷനെ വല്ലാതെ ബാധിക്കുമല്ലോ. അപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ച് എന്താ അത് എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇൻറ്ററപ്റ്റഡ് ആവണമെന്ന് ഇത്തിരി ടോൺ വ്യത്യാസത്തിൽ ചോദിച്ചതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനല്ലേ ഖേദം അതിൻ്റെ അറിയുള്ളൂ. അവിടെ നിന്ന് വന്ന് നമ്മുടെ ഫ്യൂസ് ഊരിയിട്ടിട്ട് പോയിട്ടുണ്ട്. നമ്മളത് അറിഞ്ഞില്ല. ആരോ വന്ന് ഊരിയിട്ട് പോയി എന്ന് നമ്മളറിഞ്ഞപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് നേരിട്ട് ചെന്നപ്പോഴാണ് അവിടെ മദ്യക്കുപ്പി നടുവിൽ വെച്ച് ചുറ്റും സർക്കാർ ഉദ്യോഗസ്ഥർ ചീട്ട് കളിക്കുകയായിരുന്നു, റമ്മി കളിക്കുകയായിരുന്നു. നമ്മൾ ചെന്ന് കാല് പിടിക്കേണ്ടി വന്നു. ദയവ് ചെയ്ത് സാർ അതൊന്ന് ശരിയാക്കി തരണം. അതൊരു നാക്കുപിഴ, ക്ഷമിക്കണം, സ്ട്രെസ്സ് സഹിക്കാൻ വയ്യാണ്ട് വന്നപ്പോൾ പറഞ്ഞു പോയതാണ്. പറഞ്ഞത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവും വീട്ടുകാരൊക്കെ നിൻ്റെ നാക്ക് കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നല്ല അവർ പറഞ്ഞത്. എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ബാധ്യതയായിരുന്നു അന്ന് ഈ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി കാല് പിടിക്കേണ്ടത്. ഞാൻ പോയി കാല് പിടിച്ചു, മാപ്പ് പറഞ്ഞു വന്ന് അവർ അത് റീസ്റ്റോർ ചെയ്തു തന്നു. അപ്പോൾ അതായിരുന്നു സർക്കാർ ഓഫീസിൽ നടന്നിരുന്നത്. ഇപ്പോൾ ഒരു നിർവാഹമില്ലാത്ത കാരണം ക്യാമറ വെച്ചതുകൊണ്ടും ജനങ്ങളൊക്കെ കൂടുതൽ ബോധവാന്മാരും ബോധവതികളായതുകൊണ്ടും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അടിസ്ഥാന സ്വഭാവത്തിലുള്ള മാറ്റമല്ല, നിയമത്തെ പേടിച്ചുകൊണ്ടും ക്യാമറയിൽ പതിയുമെന്നും ഉള്ള ഒരു ഭയം കൊണ്ടൊക്കെ വന്ന മാറ്റമാണ്. മനുഷ്യർക്ക് അടിസ്ഥാനപരമായ മാറ്റമാണ്, സ്വഭാവം നൈർമല്യമാണ് വേണ്ടത്. അടിസ്ഥാനപരമായി സംശുദ്ധിയാണ് വേണ്ടത്. അത് ഒട്ടുമില്ലാത്തവരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. ഒരിക്കൽ അതിൻ്റെ ഉള്ളിൽ കയറിക്കൂടിയാൽ ഉള്ളതും കൂടി പോകും. കാരണം ഒരു റിസ്ക്കും ഇല്ലാതെ കാശ് കിട്ടുകയാണല്ലോ. സംഘടനയുണ്ട്. അതുകൊണ്ട് പിന്നീട് ഇപ്പോൾ KSEB ഒക്കെ ലിമിറ്റഡ് കമ്പനിയായി മാറ്റങ്ങളൊക്കെ വളരെയധികം വന്നിട്ടുണ്ട്. തരം കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. ഈ പോലീസ് വകുപ്പിലും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ലോക്കപ്പ് ആളും തരം നോക്കിയാണ് ആൾക്കാരെ പോവുകയും ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്. നല്ല ദരിദ്രനായ ആൾ അല്ലെങ്കിൽ നല്ല പകിട്ടില്ലാത്ത മനുഷ്യരെ, നല്ല വലിയ കാറോ വലിയ മൊബൈലോ ഒന്നുമില്ലാത്ത, വലിയ വീടോ ഒന്നും ഇല്ലാത്തവരോട് ഒരു തരം ട്രീറ്റ്മെൻറ്റും, ചോദിക്കാനും പറയാനും ആളില്ലാത്തവർ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വേറൊരു തരം ട്രീറ്റ്മെൻറ്റാണ്. അപ്പം അവരുടെ കൈ തരിക്കും. എനിക്ക് നല്ല അനുഭവമുണ്ട്, 2 അനുഭവമുണ്ട്. ഒന്ന്, എനിക്ക് 2 PG ഉണ്ട്. അപ്പോൾ ഒരു PG കുറച്ച് വൈകിട്ടാണ് എടുത്തത്, എഡ്യൂക്കേഷനിലെ PG. അപ്പോൾ അതെടുക്കുമ്പോൾ കൺസെഷൻ കിട്ടും. സ്റ്റുഡൻ്റ് ആണല്ലോ. ഒരു ചെക്കൻ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ അവൻ കണ്ടക്ടറായിട്ടുള്ള നിയമപരമായി കണ്ടക്ടർ ആവാനുള്ള ഒന്നും തന്നെ അവൻ്റെ കയ്യിലില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കണ്ടക്ടർ ആവാം, ക്ലീനറാണ്. പക്ഷെ അവനാണ് കണ്ടക്ടറിൻ്റെ റോള് കൈകാര്യം ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു, തൈക്കിടവി വന്നിരിക്കുകയാണ് ST ആയിട്ട്, എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വല്ലാതെ ഒഫൻഡഡായി. ഞാൻ പോയി പരാതി കൊടുത്തു
എന്നെ എഴുന്നേൽപ്പിച്ചൊക്കെ നിർത്തി എന്നോട് മോശമായി പെരുമാറി എന്നതിൻ്റെ പേരിൽ. അപ്പം അവനെ വിളിച്ചു വരുത്തി. അപ്പം ഞാൻ നിയമം ഇതാണ് എന്ന് അവനെ ഒന്ന് ബോധവൽക്കരിക്കുകയെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ അവനെ വിളിച്ച് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അന്നങ്ങോട്ട് ആളായി ഏറ്റവും വലിയൊരു വീരകൃത്യം ചെയ്യുന്ന പോലെ അവനെ വിളിച്ച് എൻ്റെ മുന്നിലിട്ടിട്ട് കൂമ്പത്തൊരു ഇടിയടിച്ചു. ആ കുട്ടി 19 വയസ്സ് കഷ്ടിയായിട്ടുണ്ടാവുള്ളൂ. എൻ്റെ മോത്തിക്കൊന്നൊരു വളരെ ദീനതയോടൊരു നോട്ടം നോക്കിയിട്ടുണ്ട്. ഞാൻ ഇരുന്നൊരുകിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സാർ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്തൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ അതുപോലെയൊക്കെ ആ കുട്ടിയോട് ഹരാസ് ചെയ്തിട്ട് സംസാരിച്ചു. ഞാൻ തല കുമ്പിട്ടിരുന്നു പോയി. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു, ചേച്ചി എന്താണ് ചേച്ചീനെ ഞാൻ ഇത്രമാത്രം ഇങ്ങനെയൊക്കെ എന്നെ ട്രീറ്റ് ചെയ്യാൻ മാത്രം ചെയ്തത്? അപ്പം മോനെ നീ അത്രയും ഉച്ചത്തിൽ എന്നോട് ദേഷ്യപ്പെടുകയും തർക്കുത്തരം പറയുകയും ചെയ്തുകൊണ്ടാണല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ മഹസർ തയ്യാറാക്കുമ്പോൾ ഇല്ലാത്ത കുറ്റം ഞാൻ പറഞ്ഞു ഇത് ശരിയായില്ല സാർ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കും. പിന്നെ അതോടുകൂടി വകുപ്പ് മാറ്റി മഹസർ തോന്നിയതൊക്കെ എഴുതി. ഞാൻ പറഞ്ഞു ഇല്ലില്ല ചെയ്തത് മാത്രം എഴുതിയാൽ മതി, എന്നിട്ട് ഞാൻ ഒപ്പിടില്ല എന്നും പറഞ്ഞു. അങ്ങനെ മാറ്റി എഴുതിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൊരു സംഭവം. അപ്പോൾ 2 തരം ഈ പോലീസ് തന്നെ വേറെ മണ്ണിമാഫിയക്കാരുടെ ഭീഷണി എനിക്കുണ്ടായപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവിടെ കാശുകാരാണ് ആ മണ്ണുമാഫിയക്കാരുടെ ഒപ്പം നിന്നിട്ട് പറഞ്ഞു അവർ മതിലൊക്കെ കെട്ടിത്തരുമല്ലോ അതങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തേക്കും മണ്ണങ്ങോട്ട് എടുത്തോട്ടെ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ 2 തരം ട്രീറ്റ്മെൻറ്റ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഈ പാവങ്ങളോടൊരു രീതി, പണക്കാരോടൊരു രീതി. പാവങ്ങളെ എങ്ങനെ ക്രിമിനലാക്കുക എന്നുള്ളൊരു രീതിയാണ്. വേറൊരു അനുഭവം, എൻ്റെ മകൻ പാസ്പോർട്ട് വന്നപ്പോൾ എൻ്റെ മക്കളെ അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറില്ല. മുടി നീട്ടി വളർത്താനുള്ളത് അവരുടെ അവകാശം, അതാണ് അവർക്കിഷ്ടം, അവരുടെ അത് ഓക്കെ, ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ എപ്പോഴും പറയും മുടി നീട്ടി വളർത്തുന്നതൊന്നും എനിക്ക് വിരോധമില്ല, ആളുകളോട് നന്നായി പെരുമാറണം എന്ന് മാത്രമേ ഉള്ളൂ, നല്ലത് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ മുടി നീട്ടി വളർത്തുകയോ അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, ഞാൻ അതിൽ ഇടപെടാറുമില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല എന്തുവരെ മുടി വീട് തരുന്നത്. അപ്പോൾ അവൻ പറയാറുണ്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ആ കാലഘട്ടത്ത് അത് അപൂർവമാണ്. പോലീസ് വന്നിട്ട് എന്നോട് കൈമ പിടിക്കും, എന്താടാന്ന് വെച്ചിട്ട് നീ കഞ്ചാവ് ഉണ്ടടാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ID എടുത്ത് കൊടുക്കുമ്പോൾ അപ്പം വിടും. ചിലർ എന്താടാ എന്നിട്ട് അച്ഛൻ എന്താടാ അപ്പോൾ ലോയറാന്ന് പറഞ്ഞാൽ അപ്പം വിടും. ഇതാണ് പോലീസിൻ്റെ രീതി. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ ഈ പാസ്പോർട്ട് വന്നപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് അവൻ്റെ കൂടെ ചെന്നു. അമ്മ എന്നെ കണ്ട് അവർ ചൊറിയും എന്ന് വേണ്ട, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം എന്ന് തോന്നുന്നു. അത് പാസ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കളക്ട് ചെയ്യണം. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആദ്യം ഇവനാണ് മുന്നിൽ നടക്കുന്നത്. ഇവനെ കണ്ടപ്പോൾ തന്നെ പോലീസ് എന്താടാ നിന്റെ ഷർട്ട് ഇങ്ങോട്ട് ശരിയല്ലല്ലോ, പാസ്പോർട്ട് വാങ്ങാൻ വന്ന കുട്ടീനെ ചോദിക്കുന്നത് ഷർട്ട് ഇങ്ങോട്ട് ശരിയല്ലല്ലോ, നിൻ്റെ മുടി എന്താ നീ ഇങ്ങനെ മുടി കെട്ടിക്കുന്നത്? അപ്പം കുട്ടി എനിക്കറിയാം റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ച് നല്ല കോൺഷ്യസ് ഉള്ളൊരു ചെക്കനാണ് എൻ്റെ മകൻ. അവന് റിയാക്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ പോയത്. ഇവർ ഇല്ലാത്ത കള്ളക്കേസൊക്കെ അവൻ്റെ മേലിൽ എഴുതി കളഞ്ഞാലോ എന്ന് പേടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പം അവൻ റിയാക്ട് ചെയ്യുമെന്നുള്ളത് അറിയാം. അപ്പം ഇതാണ് ചോദിക്കലോടുകൂടി ഞാൻ വേഗം അങ്ങോട്ട് ക്രോസ് ചെയ്ത് മുന്നിലേക്കാണ്ട് കയറി നിന്നപ്പോൾ മാഡം വന്നിട്ടുണ്ടോ, എന്തിനാ ഈ നിസ്സാര കാര്യത്തിനൊക്കെ മക്കളുടെ കൂടെ വരുന്നത്, അവരൊറ്റയ്ക്ക് അങ്ങോട്ട് പറഞ്ഞാച്ചല്ലോ. അപ്പോൾ കൊടുത്തു, ശരി മാഡം, ഇതാണ് പോലീസിൻ്റെ രീതി എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ കസ്റ്റഡി മർദ്ദനങ്ങളും അതുപോലെ മരണവും ഒന്നും അത്ഭുതമില്ല. അവർക്ക് കൈത്തരിപ്പ് അവർ മാറ്റും. അവർക്കൊരാളെ കിട്ടിയാൽ കാപ്പ് അവന് വേണ്ടി കമന്ന് വീഴുന്ന ഒരു കൂട്ടം ആൾക്കാർ തന്നെയാണ് അവർ.